അപ്പോൾ നമ്മൾ അടുത്ത പ്രോബ്ലം കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പ്രോബ്ലത്തിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അടുത്തൊരു പ്രോബ്ലം നോക്കുകയാണ്. ഏകദേശം അതേമാതിരിയൊക്കെ തന്നെ ഇരിക്കുന്നൊരു പ്രോബ്ലമാണ്. എ കപ്ലാൻ ടർബൈൻ ഡെവലപ്സ് 24,647.6 kW പവർ. അപ്പോൾ ഷാഫ്റ്റ് പവർ ആയിരിക്കുമല്ലോ ആ തന്നിരിക്കുന്നത്. അതായത് ഔട്ട്പുട്ട് ഏറ്റവും പുറത്ത് കിട്ടുന്നത് ഷാഫ്റ്റ് പവറാണ്, വിച്ച് ഈസ് ഈക്വൽ ടു 24,647.6 kW പവർ അറ്റ് ആവറേജ് ഹെഡ് ഓഫ് 39 മീറ്റേഴ്സ്. അതായത് 39 മീറ്റർ ഹെഡിലാണ് അത് ഡെവലപ്പ് ചെയ്യുന്നത്. അസ്യൂമിങ് എ സ്പീഡ് റേഷ്യോ ഓഫ് 2. അതായത് അവിടുത്തെ സ്പീഡ് റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് എത്രയാണെന്ന് പറഞ്ഞേക്കുന്നത്? 2 എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ സ്പീഡ് റേഷ്യോ ഈസ് ഈക്വൽ ടു, എന്തിനാണ് സ്പീഡ് റേഷ്യോ തരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കറിയാം. സ്പീഡ് റേഷ്യോ 2. സ്പീഡ് റേഷ്യോ ഈസ് ഈക്വൽ ടു 2. ഓക്കെ, അപ്പോൾ സ്പീഡ് റേഷ്യോ 2 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പോട്ടെ, അത് പിന്നെ പറയാം. അപ്പോൾ സ്പീഡ് റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഫ്ലോ റേഷ്യോ ഈസ് ഈക്വൽ ടു 0.6. അത് സ്പീഡ് റേഷ്യോ യു എന്ന് പറയുന്നത് കണ്ടുപിടിക്കുന്നതിനുണ്ട്. അപ്പോൾ U1 എന്ന് പറയുന്നത് എന്ത് കണ്ടു ചെയ്യാം? സ്പീഡ് റേഷ്യോ ഇൻറ്റു റൂട്ട് ഓഫ് എന്ത് ചെയ്ത് കൊടുത്താൽ മതി? 2GH ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അടുത്ത നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഫ്ലോ റേഷ്യോ തന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് നേരത്തെ പഠിച്ചിട്ടുള്ള സാധനങ്ങളാണല്ലോ, ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. ഫ്ലോ റേഷ്യോ ഈസ് ഈക്വൽ ടു 0.6. അപ്പോൾ ഫ്ലോ റേഷ്യോ തന്നിരിക്കുന്നത് ഏത് വെലോസിറ്റി കണ്ടുപിടിക്കാനാണ്? ഫ്ലോ വെലോസിറ്റി കണ്ടുപിടിക്കാനാണ്. VF1 ഈസ് ഈക്വൽ ടു ഫ്ലോ റേഷ്യോ ഇൻറ്റു റൂട്ട് ഓഫ് എന്താണ്? 2GH ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതുമായി നമുക്ക് ഒരു കാര്യം കൂടെ അറിയാം. കപ്ലാൻ ടർബൈൻ എന്ന് പറഞ്ഞിരിക്കുന്നത് U1 ഈസ് ഈക്വൽ ടു U2 ആണ്, VF1 ഈസ് ഈക്വൽ ടു എന്തുവാണ്? VF2 ആണ്. പിന്നെ ദ ഡയമീറ്റർ ഓഫ് ദ ബോസ് ഈക്വൽ ടു 0.35 ടൈംസ് ദ ഡയമീറ്റർ ഓഫ് ദി റണ്ണർ. അപ്പോൾ ഡയമീറ്റർ ഓഫ് ദി ബോസ് എന്ന് പറയുന്നത് D(B) ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ it is 0.35 times the diameter of the runner, that is the outer diameter, that is DO, and the overall efficiency is 90%, that is if eta H is equal to 90%, that is equal to 0.90. Calculate the diameter, speed and the specific speed of the turbine. Actually നമ്മൾ സ്പെസിഫിക് സ്പീഡ് പഠിച്ചിട്ടില്ല, അതിന് എന്താണെന്നുള്ള ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പെസിഫിക് സ്പീഡിലേക്ക് വരാം. അപ്പോൾ സ്പെസിഫിക് സ്പീഡ് എന്താണെന്ന് ഇപ്പോൾ അറിയണ്ട, ജസ്റ്റ് NS കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മാത്രം ജസ്റ്റ് ഈ ഒരു പ്രോബ്ലത്തിൽ ചോദിച്ചിരിക്കുന്നതുകൊണ്ട് ഞാനങ്ങ് പറയാം. ഇക്വേഷൻ മാത്രം ചെയ്ത് സബ്സ്റ്റിറ്റ്യൂഷൻ പറയാം. പക്ഷേ അടുത്ത ഇതിൽ നമ്മൾ സ്പെസിഫിക് സ്പീഡ് എന്താണെന്നും അതിൻ്റെ തിയറി എന്താണ്, അതെന്താണ്, സ്പെസിഫിക് സ്പീഡിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ ഇത് ഹൈഡ്രോളിക് എഫിഷ്യൻസിയിലെ സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ U1 എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. U1 ഈസ് ഈക്വൽ ടു എന്ത് ചെയ്ത് കൊടുത്താൽ U1 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു റൂട്ട് ഓഫ് 2GH. 2 അറിയാം, G 9.81 ആണെന്നറിയാം, ഹൈറ്റ് 39 മീറ്റർ ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് 55.32 മീറ്റേഴ്സ് പെർ സെക്കൻഡ് ആണെന്ന് കിട്ടും. ഇനി U1 കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വേണ്ടത് എന്താ? VF1 ആണ്. VF1ൻ്റെ വാല്യൂ നമുക്ക് എന്തെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും? 0.6 ഇൻറ്റു റൂട്ട് ഓഫ് 2 ഇൻറ്റു 9.8 ഇൻറ്റു 39. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്നത് 16.59 മീറ്റേഴ്സ് പെർ സെക്കൻഡ് ആണ്. അത് ഞാൻ നോക്കി എഴുതുന്നതാണ്, അവിടെ നിന്ന് ആൻസർ ഇങ്ങോട്ട് നോക്കി എഴുതുവാണ്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകളുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കിക്കോണം. ഇനി ഡയമീറ്ററിൻ്റെ കാര്യം പറഞ്ഞോട്ടെ. നമുക്കിപ്പോൾ ഇവിടെ ആകെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഓവറോൾ എഫിഷ്യൻസി എന്തിട്ടുണ്ടേ? ഹൈഡ്രോളിക് അല്ല തന്നിരിക്കുന്നത്, ഓവറോൾ ആണ് അല്ലേ. ഓക്കെ, ഓവറോൾ എഫിഷ്യൻസി അപ്പോൾ eta O ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്താണ്? വിച്ച് ഈസ് ഈക്വൽ ടു ഷാഫ്റ്റ് പവർ ഡിവൈഡഡ് ബൈ വാട്ടർ പവർ. നേരത്തെ മാതിരി തന്നെയാണ് സാധനം. അപ്പോൾ ഷാഫ്റ്റ് ഓവറോൾ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു എത്രയാണ്? 90%, ദാറ്റ് ഈസ് 0.90, വിച്ച് ഈസ് ഈക്വൽ ടു ഷാഫ്റ്റ് പവർ. ഷാഫ്റ്റ് പവർ ഇവിടെ എത്ര തന്നേക്കുന്നത്? 24,647.6 ഡിവൈഡഡ് ബൈ വാട്ടർ പവർ. വാട്ടർ പവർ ρGQH ഡിവൈഡഡ് ബൈ എന്താണ്? 1000 ആണ്. 1000ഉം റോയും വെട്ടിപ്പോയി. ഇനി ബാക്കിയുള്ളത് എന്താണ്? 0.90 ഈക്വൽസ് 24,647.6 divided by G. G is 9.81 into Q. What is Q? Qൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അറിഞ്ഞുകൂടാ. Q ഇൻറ്റു Q ആണല്ലോ കണ്ടുപിടിക്കാനുള്ളത്. H is equal to എത്രയാണ്? 39. അപ്പോൾ നേരത്തെ മാതിരി തന്നെ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ Q ഇങ്ങപ്പുറത്തോട്ട് പോവുക, 0.9 ഇങ്ങോട്ട് താഴേക്ക് വരുമ്പോഴത്തേക്ക് Qന് വാല്യൂ കിട്ടും 71.58 കിട്ടുമെന്നാണ് തോന്നുന്നത്. ഞാനിപ്പോൾ അങ്ങോട്ടൊക്കെ നോക്കി എഴുതുമ്പോഴത്തേക്ക് ചിലപ്പം വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജസ്റ്റ് ഒന്ന് മാറിപ്പോവാം. നിങ്ങൾ ചെയ്ത് കിട്ടുന്ന വാല്യൂവിനെ എഴുതാം. Q is equal to 71. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, Q കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് ഫ്ലോ വെലോസിറ്റി കണ്ടുപിടിക്കാം. ഫ്ലോ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കിയേ. ഫ്ലോ വെലോസിറ്റി ഇവിടെ ഓൾറെഡി ഉണ്ട്.
അപ്പോൾ നമുക്ക് അതിൽ ക്യൂവിൻ്റെ ഇക്വേഷനിൽ എന്തോ ഒരു സാധനം മിസ്സിംഗ് ആയിരിക്കും. നമ്മളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ ക്യൂ ഈസ് ഈക്വൽ ടു എന്താണ് π/4 ഇൻറ്റു എന്താണ് ഡി ഔട്ടറിൻ്റെ സ്ക്വയർ മൈനസ് ഡി ബോസിൻ്റെ സ്ക്വയർ ഇൻറ്റു VF1. ഇതിൽ ഡി ഔട്ടറും ഡി ബോസും കൂടെ ഡി ബോസ് ഈസ് ഈക്വൽ ടു 0.35 ഡി ഔട്ടർ എന്ന് കൊടുത്തൂടെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു ഇക്വേഷനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഈ ഒരു സാധനത്തിൽ നിന്ന് ക്യൂ അതേപടി ഇട്ടു വിച്ച് ഈസ് ഈക്വൽ ടു π/4 ഇൻറ്റു എന്താണ് ഡി ഔട്ടറിൻ്റെ സ്ക്വയർ. ഡി ഔട്ടറിൻ്റെ സ്ക്വയർ ഇതേമാതിരി തന്നെയാണ്. അപ്പോൾ ഡി ഔട്ടറിൻ്റെ സ്ക്വയർ ഇട്ടു ഡി ഔട്ടറിൻ്റെ സ്ക്വയർ മൈനസ് എന്താണ് ബോസിൻ്റെ സ്ക്വയർ. ബോസ് എന്ന് പറയുന്നത് 0.35 ഓഫ് ഡി ഔട്ടർ അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് എന്ത് കൊടുക്കുക ഇൻ ടേംസ് ഓഫ് എന്താണ് ദ ഔട്ടർ റണ്ണർ ഡയമീറ്ററിൽ ടേംസിൽ കൊടുത്തു കഴിഞ്ഞാൽ 0.35 ഇൻറ്റു ഡി ഔട്ടർ ദി ഹോൾ സ്ക്വയർ എന്ന് പറയും. ഡി ബിയുടെ സ്ക്വയറിനെ ആ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മളിവിടെ നടത്തി. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് VF1 എന്ന് പറയുന്നത് നമുക്കിവിടെ എത്രയാണ് VF1 ഈസ് ഈക്വൽ ടു നമുക്ക് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു 16.59. അപ്പോൾ അതെന്തെന്ന് കൊടുത്തു 16.59 എന്ന് കൊടുത്തു. അപ്പോൾ ഇതിൽ ക്യൂവിൻ്റെ വാല്യൂ നമുക്ക് നേരത്തെ തന്നിട്ടുള്ളതുകൊണ്ട് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ട് 71.58 വിച്ച് ഈസ് ഈക്വൽ ടു π/4 ഇൻറ്റു എന്താണ് ഡി ഔട്ടറിൻ്റെ സ്ക്വയർ മൈനസ് 0.35ൻ്റെ സ്ക്വയർ ദറ്റ് ഈസ് 0.1225 എന്ന് കിട്ടും ഇൻറ്റു എന്താണ് ഡി ഔട്ടറിൻ്റെ സ്ക്വയറും കൂടെ ഇവിടെ ഇട്ടു. അപ്പോൾ എന്താണ് 0.35ൻ്റെ സ്ക്വയർ ഇൻറ്റു ഡി ഔട്ടറിൻ്റെ സ്ക്വയർ. അത് ബ്രാക്കറ്റിനകത്ത് കിടക്കും. പുറത്തെന്തുണ്ട് 16.59. ഇനി ബാക്കി സാധനങ്ങളൊക്കെ ഇപ്പുറത്ത് കൊണ്ട് വന്നാൽ 71.58 4 ഇങ്ങ് മോളിൽ പോവും. ഇവിടെ ഡിനോമിനേറ്റർ ഉള്ള ന്യൂമറേറ്റർ പോവും. ഇവിടെ ന്യൂമറേറ്റർ ഉള്ള ഡിനോമിനേറ്റർ വരും. പൈ ഇങ്ങ് താഴെ വന്നു. പിന്നെ ഇവിടെ എന്താണ് 16.59 താഴേക്ക് വന്നു വിച്ച് ഇസ് ഈക്വൽ ടു ഇനി ബാക്കിയുള്ള എന്താണ് ഇവിടെ ഡി ഔട്ടറിൻ്റെ സ്ക്വയർ മൈനസ് 0.1225 ഇൻറ്റു ഡി ഔട്ടറിൻ്റെ സ്ക്വയർ. അപ്പോൾ ഡി ഔട്ടറിൻ്റെ സ്ക്വയർ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടും 71.58 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു 16.59 വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ നിന്ന് രണ്ടെല്ലാം ഡി ഔട്ടറിൻ്റെ സ്ക്വയർ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും ഡി ഔട്ടറിൻ്റെ സ്ക്വയർ പോയാൽ 1 മൈനസ് ഇവിടെ ബാക്കി ഇത് മാത്രമേ ഉള്ളൂ 0.1225 1 മൈനസ് 0.1225 എന്ന് പറഞ്ഞാൽ ഇതും കൂടി ഇങ്ങനെ താഴെ കൊണ്ടുവന്നാൽ 71.58 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു ഇത് ചെയ്തിട്ട് കൊണ്ടുവന്നാലും മതി 0.12 പുറത്ത് പറയുമ്പം 0.88 എന്ന് വരും അല്ലേ. അപ്പം 16.59 എന്തെന്ന് കിട്ടും 0.88 വിച്ച് ഇസ് ഈക്വൽ ടു ബാക്കിയൊക്കെ വരും ആണെങ്കിൽ അതും കൂടെ എഴുതാം ഡി ഔട്ടറിൻ്റെ സ്ക്വയർ. ഇനി ഇതിന് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ആൻസർ കിട്ടും. അതിൻ്റെ റൂട്ട് എടുക്കുമ്പോഴത്തേക്ക് ഡി ഔട്ടറിൻ്റെ വാല്യൂ കിട്ടത്തില്ലേ. ഇവിടെ കിട്ടുന്നത് ഡി ഔട്ടറിൻ്റെ സ്ക്വയർ ആയിരിക്കും. റൂട്ട് ഓഫ് ദാറ്റ് ആൻസർ അതായത് ഇതിവിടെ ഒരു ആൻസർ കിട്ടും വിച്ച് ഇസ് ഈക്വൽ ടു ഡി ഔട്ടറിൻ്റെ സ്ക്വയർ. അപ്പോൾ ഈ ഒരു ആൻസറിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് ദാറ്റ് ആൻസർ വിൽ ബി ഈക്വൽ ടു ഡി ഔട്ടർ. അപ്പോൾ ഡി ഔട്ടറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കിട്ടുന്നത് 0.875 എന്നാണ് ടെസ്റ്റ് പറയുന്നത് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഡി ഔട്ടർ കിട്ടിക്കഴിഞ്ഞല്ലോ. ഇനി ബോസ് കണ്ടുപിടിക്കാൻ ബോസിൻ്റെ ഡയമീറ്റർ 0.35 35% ഓഫ് ഡി ഔട്ടറാണ്. അപ്പോൾ ബോസിൻ്റെ എന്ന് പറയുന്നത് അതാണ് പ്രശ്നം. അത് നോക്കി എഴുതുമ്പോൾ ഉള്ള വിഷയങ്ങളാണ് കേട്ടോ. ഡി ഔട്ടർ കിട്ടുന്നത് 2.5 മീറ്റർ എന്നാണേ. അപ്പോൾ എന്താണ് അപ്പോൾ 0.35 ഇൻറ്റു 2.5 ചെയ്യുമ്പോൾ 0.875. അപ്പോൾ ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകളൊക്കെ കാര്യം ചെയ്ത് നോക്കാത്തത് കൊണ്ട് നോക്കി എഴുതുമ്പോഴത്തേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുകയുള്ളൂ. അപ്പം ആ ഒരു സമയത്ത് ആൻസർ നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മാറിപ്പോൾ. അതുകൊണ്ട് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് കറക്റ്റ് ആൻസർ വരുന്നുണ്ട്. എവിടെയെങ്കിലും മിസ്റ്റേക്ക് വരുന്നുണ്ടെങ്കിൽ ആ ന്യൂമറിക്കൽ എറേഴ്സ് നോക്കിക്കോണം. ഓക്കെ, ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്ന ആൻസർ തന്നെ ചെയ്തു പോകാം. ഒന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്തിട്ട് പോകാം. ആൻസർ ശരിയായിരിക്കും. ചിലപ്പോൾ ടെസ്റ്റിലും പറയാൻ പറ്റില്ല. ചിലപ്പം എഴുതി വെച്ചേക്കുന്നത് തെറ്റാവും. അപ്പോൾ ഞാൻ ചെയ്തു പോവുകയാണെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് അടിച്ച് പോവുകയാണെങ്കിൽ പ്രശ്നമില്ല. നമ്മൾ കൺഫേം ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾ നോക്കിയിരിക്കുക. ഇനി അടുത്തത് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് ഡയമീറ്റേഴ്സ് കിട്ടി. സോ വി ഹാവ് ദ ഡയമീറ്റേഴ്സ് ഡി ബിയും ഡി ഒയും. അതിപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ ആൻസർ കിട്ടി. അപ്പം എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ ഡയമീറ്റേഴ്സ് വരെ കണ്ടുപിടിക്കാനായിട്ട് ഒരു 4 മാർക്കിലെങ്കിൽ കിട്ടും. ഇപ്പോൾ വെലോസിറ്റി ട്രയാങ്കിൾ ഇവിടെ ഇപ്പോൾ വരയ്ക്കേണ്ട കാര്യമില്ലെങ്കിൽ കൂടിയും വെലോസിറ്റി ട്രയാങ്കിൾ വരച്ചിരിക്കുക. കാര്യം ഡയമീറ്ററും സ്പീഡും സ്പെസിഫിക് സ്പീഡും മാത്രം കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് വെലോസിറ്റി ട്രയാങ്കിളിൻ്റെ ആവശ്യമില്ല. സ്പീഡ് ഓഫ് ദ ടർബൈൻ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. അതായത് U1 ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു ഡി ഔട്ടർ ഇൻറ്റു n/60. ഞാൻ പറയുന്നില്ല. n ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്ന ആൻസർ n ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്ന ആൻസർ ഞാൻ നോക്കട്ടെ 97 98
ഓക്കെ, എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 422.61 RPM എന്നാണ്. ഓക്കെ, ഇനി സ്പെസിഫിക് സ്പീഡ് ഓഫ് ദി ടർബൈൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് തേർഡ് വൺ, സ്പെസിഫിക് സ്പീഡ് of the specific speed of the turbine. Specific speed of the turbine NS is equal to n into root of P divided by h raised to 5/4. ഈ ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മളത് ചെയ്യും അടുത്തതിൽ. അപ്പോൾ ഈ പി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഷാഫ്റ്റ് പവർ ഇൻ കിലോവാട്ടിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ദി ടർബൈൻ നമുക്ക് 422.61 എന്ന് കിട്ടി. റൂട്ട് ഓഫ് പി നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഷാഫ്റ്റ് പവർ 24647.6 എന്ന് കിട്ടി. ഡിവൈഡഡ് ബൈ h റൈസ് ടു 5/4. h എന്ന് പറയുന്നത് 39 റൈസ് ടു 5/4 വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്ന വാല്യൂ 680.76 RPM എന്ന് കിട്ടും. അപ്പോൾ സ്പെസിഫിക് സ്പീഡിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതൊരു സിമ്പിൾ നമുക്ക് വെലോസിറ്റി ട്രയാങ്കിൾ വരയ്ക്കേണ്ട രീതിയിൽ ചെയ്യാവുന്ന സാധനമാണ്. വെലോസിറ്റി ട്രയാങ്കിൾ ഒന്നും കണ്ടുപിടിക്കാനും ചോദിച്ചിട്ടില്ല. പക്ഷേ എങ്കിൽ കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് റേഡിയൽ ഔട്ട് ആണെന്നുള്ള രീതിയിൽ നമുക്ക് എന്താണ് ബീറ്റ ഈക്വൽ ടു 90 ആണെന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്ത് നോക്കുക, ഒന്ന് വരച്ച് വെക്കുക. അഥവാ ചിലപ്പം കീയിലൊക്കെ 2 മാർക്കൊക്കെ കയറി വന്നാലോ പറയാൻ പറ്റത്തില്ല. വാട്ട് യു മീൻ ബൈ ഡ്രാഫ്റ്റ് ട്യൂബ്? ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടർബൈൻ്റെ ഔട്ട്ലെ പ്രഷർ എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഈസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഓർ ലെസ് ദാൻ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇറ്റ് വിൽ ബി very difficult to അല്ലെങ്കിൽ it will be very difficult for എന്താണ് the free delivery of the water into the tail race. അതായത് ഔട്ട്പുട്ടിൽ ടെയിൽ റേസിലേക്ക് വാട്ടർ ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്യുന്ന ഡിഫിക്കൽട്ടായിട്ട് പോയി. കാര്യം പ്രഷർ കുറഞ്ഞ് നിൽക്കുവാണ്, ഔട്ടിനെക്കാട്ടി കുറഞ്ഞ് നിൽക്കുവാണെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പ്രഷർ കൂടിയ സ്ഥലത്തേക്ക് നമ്മൾ പമ്പ് ചെയ്ത് കളയണം. അങ്ങോട്ട് ഇടിച്ച് കയറാൻ പറ്റത്തില്ലോ. പ്രഷർ കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കോളും. പക്ഷേ നമ്മൾ ടർബൈൻ്റെ ഔട്ടിലും ടെയിൽ റേസ് എന്ന് പറയുന്നത് അറിയാമല്ലോ. ടെയിൽ റേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ടർബൈൻ്റെ ഔട്ടിൽ നിന്ന് വരുന്ന വാട്ടർ സ്പില്ല് ചെയ്ത് കിടക്കുന്ന സ്ഥലം. അപ്പോൾ അവിടെ ആ ടെയിൽ റേസിലെ പ്രഷർ എന്ന് പറയുന്നതിനെക്കാട്ടി കുറഞ്ഞ പ്രഷർ നമ്മുടെ ടർബൈൻ്റെ ഔട്ടിൽ വരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് ഡ്രാഫ്റ്റ് ഉപയോഗിച്ചിട്ട് ഹൈ പ്രഷർ കൂട്ടുന്നതിന് വേണ്ടിയിട്ടൊരു ഏരിയ ഇൻക്രീസിങ് പാസേജ് നിങ്ങൾ ആലോചിച്ചോളുക. ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള ഡ്രാഫ്റ്റ് ട്യൂബ്സ് ഉണ്ട്. അപ്പോൾ ഏരിയ ഇൻക്രീസിങ് പാസേജ് ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറയുന്നത്. ഇറ്റ് ആക്ച്വലി കൺവേർട്സ് ദ കൈനറ്റിക് എനർജി ഇൻറ്റു പ്രഷർ എനർജി. ഓക്കെ, ഈ പ്രഷറിൻ്റെ പ്രശ്നം വരുന്നത് നമ്മുടെ റിയാക്ഷൻ ടർബൈൻസിലായിരിക്കും. കാര്യം റിയാക്ഷൻ ടർബൈൻസിലാണ് നമ്മൾ പ്രഷർ എനർജി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. പ്രഷർ എനർജി അവിടെ ഉപയോഗിക്കുന്നുണ്ട് റിയാക്ഷൻ ടർബൈൻസ്. ബോത്ത് കൈനറ്റിക് എനർജി ആൻഡ് പ്രഷർ എനർജി ആർ യൂട്ടിലൈസ്ഡ് ഫോർ എന്താണ് ഡൂയിങ് വർക്ക്. അപ്പോൾ അവിടെ പ്രഷർ എനർജി ചേഞ്ചസ് മാറ്റി നമുക്ക് എന്താണ് ഔട്ട്പുട്ടിലെ പ്രഷർ എന്ന് പറയുന്നത് നമ്മുടെ അവിടെ ഉണ്ടാകുന്ന പ്രഷർ ലോസ്, അത് നെറ്റ് ഹെഡും ഇത് ഇൻക്രീസ് ചെയ്യിക്കും. കാര്യം ഹെഡ് ലോസ് കുറയ്ക്കുകയും ചെയ്യും നമ്മുടെ ഈ പ്രഷർ എനർജി കൊണ്ട്. പ്രഷർ എനർജിയിലേക്ക് അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പൈപ്പ് ഓഫ് ഗ്രാജുവലി ഇൻക്രീസിങ് ഏരിയ. ഇതെന്ന് പറയുന്നത് എന്താണ്, ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുന്ന ഏരിയ ഉള്ള ഒരു പൈപ്പാണ്. വിച്ച് കണക്ട്സ് ദ ഔട്ട്ലെറ്റ് ഓഫ് ദ റണ്ണർ ടു ദ ടെയിൽ റേസ്. അതായത് നമ്മുടെ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് റണ്ണറിൻ്റെ ഔട്ട്ലെറ്റ് ടെയിൽ റേസിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഗ്രാജുവലി ഇൻക്രീസിങ് ഏരിയ ഉള്ള ഒരു പൈപ്പിനാണ് ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡിസ്ചാർജിങ് ദ വാട്ടർ ഫ്രം ദ എക്സിറ്റ് ഓഫ് ദി ടർബൈൻ ടു ദ ടെയിൽ റേസ് ആൻഡ് ദിസ് പൈപ്പ് ഗ്രാജുവലി ഇൻക്രീസിങ് ഏരിയ ഈസ് കോൾഡ് ദ ഡ്രാഫ്റ്റ് ട്യൂബ്. One end of the draft tube is connected to the outlet of the runner and the other end is submerged below the level of the water. ഒരു എൻഡ് നമ്മളിപ്പോൾ ഒരെണ്ണം റണ്ണറിൻ്റെ ഔട്ടിൽ കണക്ട് ചെയ്യും, മറ്റതെന്ന് പറയുന്നത് നമ്മുടെ ടെയിൽ റേസ് ഇതാണ്. ടെയിൽ റേസിൻ്റെ താഴെയായിരിക്കും നമ്മൾ സബ്മർജ് ചെയ്ത് വെച്ചിരിക്കുന്നത്. Purpose of the draft tube, it permits a negative head to be established at the outlet of the runner and thereby increase the net head on the turbine. അപ്പം നെഗറ്റീവ് ഹെഡ് ഉണ്ടാക്കും. നെറ്റ് ടർബൈൻ ഹെഡ് എന്ന് പറയുന്നത് എന്ത് ചെയ്യപ്പെടും, ഇൻക്രീസ് ചെയ്യും. അതായത് നമുക്കറിയാം ഹെഡ് എച്ച് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് നെഗറ്റീവ് ഹെഡ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് അവിടുത്തെ ഹൈഡ്രോളിക് എഫിഷ്യൻസിക്ക് ഉണ്ടാകുന്ന വേരിയേഷൻ എന്താണ് ഈറ്റ എച്ച് ഈക്വൽ നിങ്ങൾക്ക് അറിയാവുന്ന സാധനം. നെഗറ്റീവ് ഹെഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടുത്തെ അവിടെ അവൈലബിൾ ഫോർ എന്താണ് നമുക്ക് എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇനി ഇറ്റ് കൺവേർട്സ്, ഞാൻ കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല, സമയമില്ല. ഇറ്റ് കൺവേർട്സ് കൈനറ്റിക് എനർജി ആയിട്ട് ഔട്ട്ലെറ്റ് ഇൻറ്റു പ്രഷർ എനർജി. കൈനറ്റിക് എനർജിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആൻഡ് ദ നെറ്റ് ഹെഡ് ഓൺ ദ ടർബൈൻ ഇൻക്രീസസ്, നെറ്റ് ഹെഡ് കൂടുന്നു. ആൻഡ് ദ ടർബൈൻ ഡെവലപ്സ് മോർ പവർ, ഓൾസോ ദ എഫിഷ്യൻസി ഓഫ് ദ ടർബൈൻ ഇൻക്രീസസ്. അപ്പോൾ ഇതൊക്കെയാണ് ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ എന്താണ് ഇമ്പോർട്ടൻസ്. ഇതിൻ്റെ തിയറി നിങ്ങൾ ഒത്തുകൂടെ നല്ലപോലെ പഠിച്ചോളുക നിങ്ങളുടെ ക്ലാസ്സിൽ തന്നിരിക്കുന്ന നോട്ടൊക്കെ വെച്ചിട്ട്. പിന്നെ ടൈപ്സ് ഓഫ് ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറയുന്നത് നിങ്ങൾ നോക്കുമ്പോൾ അതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ കോണിക്കൽ ആവാം, സിമ്പിൾ എൽബോ ടൈപ്പ്, അതായത് ഇങ്ങനെ കോണിക്കൽ എൽബോ ടൈപ്പ് ആവാം. പിന്നെ അടുത്ത
എന്താണ് ഡ്രാഫ്റ്റ് ട്യൂബ് വിത്ത് സർക്കുലാർ ഇൻലെറ്റും എന്താണ് റെക്റ്റാങ്കുലർ ഔട്ട്ലെറ്റ്. അപ്പോൾ ഇത് ജസ്റ്റ് ഷേപ്പ് വരച്ച് വെച്ചിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഇത് മൂഡി സ്പ്രെഡിങ് ഡ്രാഫ്റ്റ് ട്യൂബ് ഇവിടെ വന്നിട്ട് ഇങ്ങോട്ടേക്ക് സ്പ്രെഡ് ചെയ്ത് കളയുന്നു. അപ്പോൾ ഇങ്ങനെ ഏരിയ ഗ്രാജുവലി ഇൻക്രീസിങ് ഇതിനാണ് നമ്മൾ എന്ന് വിളിക്കുന്ന ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളത് ബേസിക് കാര്യം മാത്രമേ ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തതേ ഉള്ളൂ. നമ്മൾ എഴുതുമ്പോൾ പഠിക്കുമ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കുക ഈ കാര്യങ്ങൾ. പിന്നെ എഫിഷ്യൻസി ഓഫ് ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്നത് ആക്ച്വൽ കൺവേർഷൻ ഓഫ് കൈനറ്റിക് എനർജി ഇൻ ടു പ്രഷർ ഹെഡ്. കാര്യം അവിടുത്തെ കൈനറ്റിക് എനർജി നമ്മൾ പ്രഷർ ഹെഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ഡിവൈഡഡ് ബൈ കൈനറ്റിക് ഹെഡ് അറ്റ് ദ ഇൻലെറ്റ് ഓഫ് ദ ഡ്രാഫ്റ്റ് ട്യൂബ്. അതിപ്പോൾ നമ്മൾ ഡ്രാഫ്റ്റ് ട്യൂബ് എടുക്കുകയാണെങ്കിൽ അവിടെ ഇൻലെറ്റിൽ ഉള്ള കൈനറ്റിക് ഹെഡും അവിടെ എക്സിറ്റിലുള്ള എന്താണ് ആക്ച്വൽ കൺവേർഷൻ ഓഫ് കൈനറ്റിക് എനർജി ഇൻ ടു പ്രഷർ ഹെഡും. അപ്പോൾ ഇത് രണ്ടും കൂടെ റേഷ്യോ ആണ് നമ്മൾ എന്ന് വിളിക്കുന്നത് എഫിഷ്യൻസി ഓഫ് ദി ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഇവിടെ ഉള്ള കൈനറ്റിക് ഹെഡിനെയാണ് ഈ ഡ്രാഫ്റ്റ് ട്യൂബ് എന്ത് ചെയ്യുന്നത് പ്രഷർ ഹെഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ബിക്കോസ് ആ ഏരിയ ഇൻക്രീസിങ് പാസേജ് കാരണമാണ് അവിടെ എന്ത് ചെയ്യുന്നത് കൈനറ്റിക് ഹെഡ് എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി കുറയുകയും ചെയ്യും, പ്രഷർ എനർജി അവിടെ എന്ത് ചെയ്യും കൂടും എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കുറയ്ക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് ഇൻക്രീസസ് ദ പ്രഷർ. കൈനറ്റിക് എനർജി കുറഞ്ഞാൽ അവിടെ പ്രഷർ എനർജി എന്ത് ചെയ്യാൻ പറ്റൂ കൂടിയേ പറ്റൂ. ഒരു ഫ്ലോ നടക്കും, ഒരു ക്ലോസ്ഡ് പാസേജ് കൂടി ഫ്ലോ നടക്കുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ അതാണ് ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ സിഗ്നിഫിക്കൻസും കാര്യങ്ങളും എൻ്റെ എഫിഷ്യൻസി ജസ്റ്റ് ഒന്ന് പറഞ്ഞു. എൻ്റെ തിയറിയും കാര്യങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നില്ല, അതിനുള്ള സമയമില്ല. ആക്ച്വലി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാനുള്ള സാധനങ്ങളാണ് നമ്മുടെ ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ എഫിഷ്യൻസിക്ക് ഒരു ഇക്വേഷൻ, അതിൻ്റെ തിയറി എങ്ങനെയാണ് വരുന്നത്, എന്തൊക്കെ പ്രഷർ ഹെഡ് എന്ന് P/ρg നമ്മുടെ ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് ആ ഹെഡ് ഡിഫറൻസ് എങ്ങനെയാണെന്ന്, എത്രത്തോളം പ്രഷർ ഹെഡ് ഗെയിൻ ഈ ഡ്രാഫ്റ്റ് ട്യൂബ് വഴി നടത്താമെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്ത് വെക്കാം, തിയററ്റിക്കലി എഴുതി വെക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഇത്രയും കൊണ്ടിട്ട് നമ്മൾ ടർബൈൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി സ്പെസിഫിക് സ്പീഡിൻ്റെ കാര്യം കൂടെ നമ്മൾ സിലബസ് ഞാനൊന്ന് കൺഫേം ചെയ്തിട്ട് അതും കൂടി ചെയ്യാം.